ക്ലാസിനെ വന്ദനം. ലോക പ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. പണ്ട് ഒരിടത്തൊരു കച്ചവടക്കാരൻ്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ്റെ മകന് ഒക്കൊല്ലത്തിൽ പ്രശസ്തനായ ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നറിയാമോ? സന്തോഷത്തിൻ്റെ രഹസ്യമറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് അച്ഛൻ പറഞ്ഞ ഗുരുവിൻ്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിൽ അതിമനോഹരമായ കൊട്ടാരം. അതിലേക്ക് അവൻ പ്രവേശിച്ചപ്പോൾ അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ സന്യാസി വൃദ്ധനായിരുന്നു. രക്ഷയുടെ നല്ല തിരക്കും, പലതരം ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവന് ശ്രദ്ധിച്ചത്, ദൂരെ നിന്ന് ഒരു ഗുരു ഓരോരുത്തരുമായി സംസാരിച്ചു വരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവൻ്റെ അടുത്തുമെത്തി. കൃത്യപാടെ ചോദിച്ചു, ഈ സന്തോഷത്തിൻ്റെ രഹസ്യം അറിയാനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇരിക്കട്ടോ, അത്ഭുതപ്പെട്ടുപോയി. അവന്ന കാര്യം ഗുരു അറിഞ്ഞു. യശുപ്പം എനിക്കതിബന്ധരക്കുണ്ട്, അതുകൊണ്ട് എൻ്റെ കൊട്ടാരം 2 മണിക്കൂർ കഴിഞ്ഞ് ചുറ്റി കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു തടഞ്ഞു. ഇതായി സ്പൂണിൽ മണിത്തുള്ളി എണ്ണയും പിടിച്ചോളൂ. നടക്കുമ്പോൾ താഴെ തുമ്പിപ്പോയി സൂക്ഷിക്കണം. അവൻ അതും പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ എണ്ണമിട്ട പണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ മുറിയിലേക്ക് എത്തി. അപ്പോൾ ഗുരു ചോദിച്ചു, നീ എല്ലാം കണ്ടു? ഞാൻ തിരശ്ശീല കണ്ടോ? തിരശ്ശീല പ്രത്യേകമായി എഴുതിക്കൊണ്ട് വന്നതാണ്. ഞാൻ ഉദ്യാനം കണ്ടില്ലേ? അതാ മല്ലാക്കിയെടുക്കാൻ 10 വർഷം എടുത്തു. ഞാൻ ഗ്രന്ഥപുര കണ്ടില്ലേ? അതിലോടടുത്ത് കുറച്ച് ആളുകൾ മാത്രം മനോഹരവും മൃദുലവുമാണ്. ഇതെല്ലാം കണ്ടപ്പോൾ കച്ചു നിന്നപ്പോൾ താൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. തൻ്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ എണ്ണയിലായിരുന്നല്ലോ. ഇങ്ങനെ വാസ്തവം പണ്ടി കുറ്റസമ്മതം നടത്തി. ആട്ടെ, നീ ഒന്നും കണ്ടിട്ടില്ല, എല്ലാം ഒന്നുകൂടെ വിസ്തരിച്ച് കണ്ടിട്ട് വരാവിട്ടു. അപ്പോഴും അവന് ക്ലാസ് സ്പൂണിൽ മെഴുതുള്ളി എണ്ണയുണ്ടായിരുന്നു. അപ്പോൾ അവൻ എല്ലാം കണ്ടു. ചോല കലാശിറ്റുകൾ, ഗുരുപർണ തലശീല, ഉദ്യാനം, ഗ്രന്ഥപുര ഇതെല്ലാം കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ മുറിയിലേക്ക് എത്തി. താൻ കണ്ട കാര്യങ്ങളെല്ലാം ഗുരുവിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരുവിൻ്റെ ഒരു ചോദ്യം, അല്ലോ, ഞാൻ നിന്റെ കഴിപ്പിച്ച എണ്ണത്തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവന് ശ്രദ്ധിച്ചത്, അവൻ്റെ സ്പൂണിൽ എണ്ണത്തുള്ളി എണ്ണ ഇല്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിച്ചിട്ടുണ്ട്, ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആസ്വദിച്ചോ. പക്ഷെ നിനക്കെനിക്കനായ എണ്ണത്തുള്ളി എണ്ണ ഒരിക്കലും കഴിയരുത്. അത് സൂചിപ്പിക്കുന്ന സത്യവും തുറമോ നീതിയും മാനോ ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.